1 2 3 വെജിറ്റബിൾ 1 2 3 4 5 6 7 8 9 1 2 3 4 കോവിക്ക ശ്രദ്ധിക്കൂ മുദ്ര ശ്രദ്ധിക്കണം 8 9 കസ്റ്റ് കിട്ടിയിരിക്കുന്ന ഈ ടീമിന് 3 മിനിറ്റ് എക്സ്ട്രാ കിട്ടിയിരിക്കുകയാണ് കുക്കിംഗ്. സാൻഡ്രയ്ക്ക് ലഭിക്കുന്നത് 2 മിനിറ്റ് ആണ്. ഇവിടെ 1 മിനിറ്റ് ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ ഒന്നും കിട്ടിയില്ല, പക്ഷെ ആ 1 മിനിറ്റ് ഇവർക്ക് വലിയൊരു മിനിറ്റ് തന്നെയാണ്. ഇന്നലെ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് നോക്കാം അല്ലെ. അന്നക്കൊടി വാമദിനി അന്നരടി മറുത മെച്ചു അന്നക്കൊടി വാമദിനി നല്ല കുത്ത് അടി മാമതുര അന്നക്കൊടി വാമദിനി അന്നരടി മറുത മെച്ചു അന്നക്കൊടി വാമദിനി നല്ല കുത്ത്. ഒരേ കാര്യം ഉറപ്പാ, മാവേലിക്ക് ശരിക്കും ഡാൻസ് ചെയ്യണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് ഫുഡ് കഴിച്ചിട്ടല്ല. മ്യൂസിക് മാമതുര അന്നക്കൊടി വാമദിനി അന്നരടി മറുത മെച്ചു അന്നക്കൊടി വാമദിനി നല്ല കുത്ത് അടി മാമതുര അന്നക്കൊടി വാമദിനി അന്നരടി മറുത മെച്ചു അന്നക്കൊടി വാമദിനി നല്ല കുത്ത് അടി. ആദ്യത്തെ സ്റ്റെപ്പ് കറക്റ്റ് ആയിരുന്നു. പിന്നെ ഒരാൾ എന്റെ അടുത്ത് വന്നു ശൃംഖരിക്കാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ കടുകുമണി പോലെ ഒരു എണ്ണയിൽ കടുകിട്ട പോലെ പൊട്ടിത്തെറിച്ച് കളിച്ച ഒറ്റ ആളേ ഉള്ളൂ. ആ വ്യക്തിക്ക് ഞാൻ ഫസ്റ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സ്നേഹത്തോടെ നമുക്ക് സ്നേഹയെ വിളിക്കാം. ഇനിയെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുവോ? എക്സ്ട്രാ ഉണ്ട്. സൂപ്പർ. ഇനി 2ാം സ്ഥാനം ഞാൻ കൊടുക്കാൻ പോകുന്നത്, പറയൂ, നിന്റെ അടുത്തേക്ക് ശൃംഖരിച്ചു വന്നു. 1 മിനിറ്റ് ലഭിക്കാൻ പോകുന്ന ടീം ആരാണ്? തന്നെ കൊടുത്തോ, മനസ്സിലായല്ലോ. വീണ്ടും വീറും വാശിയും തുടങ്ങട്ടെ. ഓടിക്കോ. സ്റ്റവ് ഓൺ ചെയ്തില്ലേ? സുഖല്ലേ? സുഖം. എന്നാ പിന്നെ നിങ്ങളുടെ ക്യാരക്ടർ സ്വിച്ച് ചെയ്തേക്കാം. അതെ, ദേഷ്യാണ്. അതെ അതെ. എന്റെ എന്തൊക്കെയാ കുക്ക് ചെയ്യണത്? കുക്ക് ചെയ്യുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ്. അല്ലേ, നമ്മുടെ ആദ്യമുള്ള ജോലി അതാണ്. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പാത്രത്തിലേക്ക് നോക്കേണ്ടത് പറ്റത്തില്ല. നോക്കണം, നിങ്ങൾ അതിൽ നോക്കി പറയൂ. ഒന്നും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. നിങ്ങൾ കിട്ടിയോ? ഇവിടെ എന്താണ്? ഇവർക്ക് ഓൾറെഡി 3 മിനിറ്റ് വെജിറ്റബിൾസ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവർ ഓൾറെഡി സ്വിച്ചിലാണ് ഇരിക്കുന്നത്. ഇത് കൊടുത്ത് മാറ്റും. കടുക് എങ്ങനെയാ നമ്മളെ എളിമയില് കടുക് അത് എളിമയിലോട്ടോ അല്ല, ഞങ്ങളുടെ കടുക് പൊട്ടുമ്പോ അങ്ങനെ പൊട്ടുള്ളൂ. ദേവിനേത്തി തന്നെ പപ്പടം കൊണ്ട് തരാം കേട്ടോ. അല്ല, ഇതെന്താണ് കത്തിയൊക്കെ താഴെ? ഹലോ, നിങ്ങളുടെ എന്താണ് ഭാവം? പുച്ഛം കണ്ടില്ല, നിനക്ക് ആദ്യം എടുക്കാൻ പറ്റില്ല അല്ലേ? നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് പുച്ഛത്ത് പറയണ്ട. അതെ, സാമ്പാർ. എവിടെ ഇരിക്കുന്നത്? സാമ്പാർ, പിന്നെ മെഴുക്ക് വരട്ടി, അച്ചാറ്. ശരി, നിങ്ങൾ ബെസ്റ്റ് ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞു. 1 2 3 4 5 ഞാൻ പറഞ്ഞില്ലേ എന്റെ ടീം മിടുക്കന്മാരാണ്. ആയിട്ട് നിന്നാലും ഉണ്ട് പോലെ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവരെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് കെയർ ചെയ്യണം. കാരണം സിദ്ധാർത്ഥൻ ദേവിക എന്ന് പറയുന്ന അവരുടെ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനമായിട്ടില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. മൊത്തത്തിൽ ഇവർക്ക് 1 മണിക്കൂർ കിട്ടി. ശരി, സങ്കടത്തോടെ ഞങ്ങളോട് പറയൂ, സ്വിച്ച് ഇട്ട് എന്താണ് നിങ്ങളുടെ അവസ്ഥ? കാബേജ് തോരനായിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് തോരനായിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയ്ക്ക് എന്തൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അവരെ തന്നെയാണ് വീഡിയോ സ്കോർ ചെയ്യുന്നത്. മാവേലി തിരിച്ചു വന്നല്ലോ. ഹായ്.
ഇതെന്താ ചക്കയും കൊണ്ട് നല്ല വരിക്കച്ചക്കയാണോ? ഞാൻ കണക്ഷൻ കണക്ഷൻ പിടിച്ചാണോ വരുന്നത്? എന്താണ് കണക്ഷൻ? അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? ചക്ക വെച്ച് എന്തെങ്കിലും വിഭവം ഉണ്ടാക്കി തന്നെ. ചക്ക വെച്ച് നമ്മളോ അല്ലെ അവരെ കൊണ്ട് ഉണ്ടാക്കി തന്നെ. പിന്നെ തീർച്ചയായിട്ടും ചക്ക കൊണ്ട് എന്തായിട്ടാണ് എന്റെ മകൻ? ചക്കോട്ട് ചക്കക്കുരു ഒഴിച്ചോളം എന്ത് ഐറ്റം വേണം എനിക്ക് പറ്റും. എന്നൊരു കാര്യം ചക്കക്കുരു പെട്ടെന്ന് എടുക്കാൻ പോയ കശി പിശിയ മഹാ കഷ്ട ആ അവസ്ഥ ഇപ്പൊ എന്റെ അവസ്ഥ. ആദ്യം നേരിക്കണം. ഒരു കാര്യം ചെയ്യാം, മണിയുടെ ആഗ്രഹപ്രകാരം ചക്ക കൊണ്ട് ഇവർക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റാന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൊ പണി വരുന്നുണ്ട്. പാചകക്കാരെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഇത് മൺസൂൺ സെയിൽ ഒന്നുമല്ല, പക്ഷെ ഇത് ഓണം സെയിലാണ്. നല്ല അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ചക്ക കൊണ്ട് നിങ്ങൾ അടുത്ത ഒരു വിഭവം ഉണ്ടാക്കണം. ഇത് എന്താ? അയ്യോ എന്നൊന്നും പറയും. ഇത് നമ്മുടെ മാവേലിയുടെ സ്പെഷ്യൽ സംഭവമാണ്. മാവേലിക്ക് ചക്ക കൂട്ടി എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കണം എന്ന് പറയുന്നത് കൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചക്ക കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം. പക്ഷെ ചക്കക്കുരു ഉപയോഗിക്കാൻ പാടില്ല. കേട്ടോ? ചക്ക വെച്ച് വിഭവങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. അത് കമ്പൽസറി ആണ്. എന്തായാലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ അല്ല. ഉറപ്പായിട്ടും ഇറക്കി വിടും. ഇറക്കി വിടും. ചക്ക ദാ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് പോയി ചക്ക എടുത്തോണ്ട് വരാം. അവിടുന്ന് മുറിച്ച് എടുത്തോണ്ട് വരാം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഗോ. അതാ ഒറ്റ വെട്ടി മുറിയുന്നുണ്ട്. അതാ ആ കോൺഫിഡൻസ് നോക്കി മൂറുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു വെട്ട പോലും വെട്ടാൻ പറ്റാത്ത ചക്കയ്ക്ക് മൂറുമായി വന്നിരിക്കുകയാണ്. കിലോ ചക്കയുമായിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ, ഇത് നമുക്ക് അടുത്ത ഷെഫുമാരെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചിട്ടേ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവരെ വിളിക്കാം. നല്ല പ്രോഗ്രസ് ഉണ്ട്, ഇവരുടെ കുക്കിംഗ് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവർക്ക് ഇനി ഒരു 10 മിനിറ്റ് കൂടിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 1 മണിക്കൂറാണ് മൊത്തം സമയം കൊടുത്തത്. ഏകദേശം ആ സമയം തീരാറായി 50 മിനിറ്റ് കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് കൂടിയാണ് ഇവർക്ക് ബാക്കിയുള്ളത്. ആ 10 മിനിറ്റിനുള്ളത് നിങ്ങൾക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സദ്യയിൽ വിളമ്പാനുള്ള റൈസ് ഞാൻ കൊണ്ടുവരും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഗ്രസ് ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. യൂട്ടൻസിൽ കുക്ക് വെയർ. യൂട്ടൻസിലിൽ കുക്കിംഗ് ഇനി ഈസി പീസി. അപ്പൊ സമയം കഴിഞ്ഞില്ല അമ്മൻ. ഇവർക്കെന്താ ഒരു ഇതില്ലാത്ത സമയം? ഗ്രേസ് ഉണ്ടല്ലോ, അതെടുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ശരി, എന്നാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവരുടെ ഗ്രേസ് ടൈം മാത്രമേ ഉള്ളൂ. അറിയാലോ, ഈ 2 ടീമിന് കിട്ടുന്നത് 4 മിനിറ്റ്. അങ്ങ് അച്ഛത്തുള്ള 2 ടീമിന് കിട്ടുന്നത് 2 മിനിറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചക്ക പായസം ഉണ്ടാക്കണ്ടോ? സോറി അളിയാ, ഓഫ് ചെയ്യണം. പറഞ്ഞൂടാ ഭഗവാനേ. ഓഫ് ആയിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോളൂ. ഇവരുടെ ടൈം ഇപ്പൊ തീരാറാവും. നമുക്ക് അതിന് മുമ്പ് തന്നെ ഇവരുടെ ബാക്കിൽ പോയിട്ട് ഒന്ന് ഓഫ് ചെയ്യാൻ നിന്നാലോ? ഐ ലൈക്ക് ഇറ്റ്. 2 മിനിറ്റ് ആവുമ്പോ പറയണേ, ഒന്ന് ഓഫ് ആക്കാം. ഞങ്ങൾക്ക് 4 മിനിറ്റ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിടൂല. ഓക്കെ, നല്ല കുട്ടി തന്നെ. സത്യം സമയമായി. അങ്ങനെ ശുഭമായിട്ട് പരിപാടി തൽക്കാലം എല്ലാവരുടെയും കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ഷെഫ്മാർ വന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അവര് ടേസ്റ്റ് ചെയ്തിട്ട് ആദ്യം എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കിയിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. എല്ലാവരും ഒരു കൈയടി പോട്ടെ.
ആ എന്താ സത്യത്. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ പേരെന്ന് പറയുന്നത് രുചിച്ചോണം എന്നാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ രുചിച്ചോളം തന്നെയാണ്. അങ്ങനെയല്ല, മര്യാദക്ക് രുചിച്ചോളം. അതാണ് ഉദ്ദേശിച്ചത്. അതെ, അത് കഴിഞ്ഞ് രുചിച്ചിട്ട് പോണോ വേണ്ടോ നിങ്ങൾ പറയണോ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് അവരുടെ ടീം മെമ്പേഴ്സിനെ കൂടെ വിളിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ. യെസ്, ഈ ഇലയുടെ മുതലാളികൾ പേര് കനൽ പോ സീരിയലിലെ ജനനി കാവേരി. അവരുടെ സീരിയൽ അടിപൊളിയാണ്. അവരുടെ പാചകം എത്രത്തോളം അടിപൊളിയാന്നുള്ളത് എക്സ്പ്രഷൻ കാണണമെങ്കിൽ ഇവരുടെ അഭിനയം ഇപ്പൊ നോക്കിക്കൂ. എല്ലാം സൂപ്പർ ആണ്. 12 ഐറ്റം ഉണ്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. പായസം തന്നെ 2 പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അല്ല, 2 ടൈപ്പ്. 2 ടൈപ്പ് പായസം. ഷെഫിന്റെ മുഖത്തിൽ സ്ട്രീറ്റ് ആയിട്ട് നോക്കൂ. പപ്പടം വറുക്കാൻ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ ഷെഫ് ഇവിടെ വരുമ്പോ ഞെട്ടും. പത്രത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് ഒട്ടി. സദ്യയിലെ ഓൺലൈനിൽ ഭേദം പപ്പടം തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതിന് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഷെഷ്വാൻ ക്യാബേജ് ഫ്രൈ. ട്രഡീഷണൽ വേ തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ക്യാബേജ് തോരൻ ബ്രാക്കറ്റിൽ. പേരൊന്ന് മാറ്റിപ്പിടിച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഡിഷ് രസമാണ്. ഏറ്റവും മോശം മറന്നു. ഞാൻ രസം കുടിച്ചു നോക്കിയിട്ടില്ല. ഞാൻ ഒന്നും കുടിച്ചു നോക്കിക്കോട്ടെ. അയ്യോ ശരി, അടുത്ത തരാം. വെള്ളം വേണോ? ഒന്നും വേണ്ട, പോയിട്ട് കടൽ പോയി പൊക്കോ. അടിപൊളി അടിപൊളി. ഗുണ്ടഗിരി പാചകക്കാരൻ ഗിരി. 19 ഐറ്റം ചെയ്തിട്ടുണ്ട് അവര്. ചക്ക ഉപ്പേരി, ചക്ക വറുത്തത് നല്ല രസമായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരു ചക്കയുടെ വിഭവം ഉണ്ടാക്കി. അവരവരും അതേപോലെ തന്നെ നൈസായിട്ട് എളുപ്പത്തിലൊരു ഐറ്റം ഉണ്ടാക്കി. പിന്നെ കറികളുടെ എല്ലാം ടേസ്റ്റ് മോശം എന്ന് പറയാനില്ല, നല്ല നല്ല ടേസ്റ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ഉപ്പിന് കുറവേ ഉള്ളൂ, ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര ഐറ്റംസ് ചെയ്തു. നന്നായിട്ടുണ്ട്. ടേസ്റ്റ് പോരാൻ തോന്നുന്നു. എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. രേണു സ്നേഹം എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളെയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പരിപ്പുണ്ട്, പപ്പടൊന്നും വിളിക്കാൻ പറ്റില്ല. കാഷ്യൂട്ടില്ല. പായസം കുടിക്കാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇട്ട് കഴിക്കരുത് എന്നും പറഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ട് അവര്. കൊള്ളാം. 12 ഐറ്റം ഉണ്ട്. അതിന് കൂട്ടുണ്ട്. നമുക്ക് സൂത്രപ്പണി ആയതുകൊണ്ട് അതൊന്നും വേണ്ട. 10 ഐറ്റം. സാമ്പാർ ഉണ്ടായ കാരണം കൊണ്ട് തന്നെ നമുക്കതൊരു സദ്യയുടെ ഒരു മെയിൻ. ഇതില് സദ്യയില് പിന്നെ ഫസ്റ്റ് കോഴ്സ് ആയിട്ട് വരുന്ന നെയ്യും പരിപ്പാണ്. ഇവരത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചക്കപ്പുഴുക്ക്. ഇത് ഒന്നും കൂടി നോക്കിയിരുന്നെങ്കിൽ നല്ലൊരു ഡിഷായിട്ട് മാറ്റായിരുന്നു. അവരൊന്ന് നോക്കിയതാ കാണുന്നത്. നോക്കുക മാത്രമേ ചെയ്തു. പിന്നെ ബോയിലിന് വെയിറ്റുകൾ പോലെ ആയിട്ടുള്ളൂ. ഒരു മാർക്ക് കിട്ടിയിരിക്കുകയാണ് പേപ്പറിൽ. അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ഓക്കെ, നമുക്ക് ആ ടീമിനെ കൂടെ വിളിക്കാം. ഹൃദയം സീരിയലിലെ ദേവിക ആൻഡ് സിദ്ധാർത്ഥ്. 1 2 3 4 5 6 7 8 9 10 11 12 13. ഇതെന്താ ഡിഷ്? സാലഡ്. എവിടെയോ കണ്ടു പറഞ്ഞ പോലെ. യെസ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് ലാസ്റ്റ് അവര് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എലിശ്ശേരിയൊക്കെ കൂടെ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ കൊള്ളാം. ഇതില് ഏറ്റവും നല്ല ഡിഷായിട്ട് പറയാൻ പറ്റുന്നത് ഈ 2 വറവിലും നല്ല ഡിഷുകളാണ്. 2. പിന്നെ ഇവർക്കുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യക്ക് വിളമ്പുമ്പോ സദ്യയുടെ ഒരു രീതിയുണ്ട്, ഓർഡർ ഉണ്ട്. ഇവര് നേരെ റിവേഴ്സ് ഓർഡറുള്ള എല്ലാം തിരിച്ചാണുള്ളത്.
അത് വലിയൊരു തെറ്റാണ് guys. അതെന്താ പറ്റിയെന്നറിയോ? കോപ്പി അടിച്ചതാ, കോപ്പി പേസ്റ്റ്. തിരിഞ്ഞു പോയി. പക്ഷെ മാവേലി അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. മാവേലിക്ക് ചക്കപ്പുഴുക്കിനാണോ താല്പര്യം? അതായത് നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ, കണ്ണൂരിന്റെ പണം കൊണ്ടാണ്. ഏറ്റവും രുചിയുള്ള ചക്ക. ആണോ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത ഏറ്റവും രുചിയുള്ളതാന്ന്? ഇതില് ഹീറോ ഓഫ് ദി സദ്യ ഈ ചക്കപ്പുഴുക്കാണ്. ഈ ചക്കപ്പഴം ഉണ്ടാക്കിയ ടീം അപ്പൊ രുചിച്ചോണം എന്ന് പറയുന്ന ഈ അടിപൊളി ഒരു ഷോയില് നമ്മൾ എല്ലാവരും യുദ്ധത്തോടെ നിന്ന് രസകരമായിട്ട് ടാസ്കും കാര്യങ്ങളും പാചകവും ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ റിസൾട്ട് ആണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറയുന്നതിന് മുമ്പ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ എഫേർട്ട് ഫുൾ എടുത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവര് പെർഫോം ചെയ്തിട്ടുണ്ട്. നോക്കിയതിൽ നമ്മളുടെ ഈ 4 ടീമുകളിലും മോശം എന്നല്ല, ഉള്ളതിൽ കുറവായിട്ട് വരുന്നത് നമ്മളുടെ ടീമാണ്. ജനനിയും കാവേരിക്കുമാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത് പ്രിയ ഫാബ്രിക്സ് പാലാരിവട്ടം നൽകുന്ന ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് സെക്കൻഡ് പ്രൈസ് ആർക്കാ നേടിയെന്നുള്ളത് നമ്മളിപ്പോ പറയുന്നില്ല. ബിക്കോസ് നമുക്ക് 3 ടീമുകളുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ആർക്കാണ് നേടിയെന്നുള്ളത് നോക്കാം. ഏറ്റവും കൂടുതൽ വിഭവം ഇലയിൽ വിളമ്പിയ നല്ലൊരു സദ്യ രുചി ചോണം സെറ്റ് ചെയ്ത് തന്ന നമ്മളുടെ ടീം ബിക്കും ഭാഗവതിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഇവർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് VB കായം നൽകുന്ന സമ്മാനം, അമിസ് ടീ നൽകുന്ന സമ്മാനം. VB കായം മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായമാണ്. അതുപോലെ തന്നെ അമിസ് ടീ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ബ്ലെൻഡഡ് ഫോർ ടീ ലവേഴ്സ്. അപ്പൊ ഇനി ചായക്കരവ് നമ്മളെ വിളിക്കാം. സെക്കൻഡ് ആർക്കാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിദ്ധാർത്ഥിനും രേണുകയ്ക്കാണ് സമ്മാനം കൊടുക്കാനായിട്ട് താല്പര്യമായിരുന്നത്. പക്ഷെ ചക്കപ്പുഴുക്ക് പണി പറ്റിച്ചു. അപ്പം ചക്കപ്പുഴുക്കില് ഞാൻ വീണു. അപ്പം എന്റെ അഭിപ്രായം ഇവർക്ക് 2 പേർക്കും സെക്കൻഡ് ആക്കി കൊടുക്കുന്നുള്ള. സൂപ്പർ നോവ നൽകുന്ന കറി പൗഡർ ഉണ്ട്. അതോടൊപ്പം തന്നെ വിയാ ചോക്ക് നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വിയാ ചോക്ക് എന്ന് പറയുന്നത് ഇനി രക്തം കൂട്ടാൻ എളുപ്പമാണ്. വിയാ ചോക്ക് ചോക്ലേറ്റ് ആണ് കഴിച്ചാൽ മതി. സെറ്റല്ലേ? അങ്ങനെ ഈ ഓണം നമ്മൾ ഗംഭീരമാക്കി. അപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണം ചെയ്യാം അല്ലെ? അപ്പൊ 1 2 3